നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറിൽ നിന്ന് 1 ലക്ഷം രൂപ തട്ടിയ 2 പേരെ മുംബൈ പോലീസ് ജാർഖണ്ഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ജനുവരി 15-ന് അജ്ഞാതരായ വ്യക്തികളിൽ നിന്ന് തനിക്ക് ഒരു കോൾ വന്നതായി പരാതിക്കാരൻ ആരോപിച്ചു. തന്റെ ക്രെഡിറ്റ് കാർഡിന് ഒരു ആപ്പിനായി ചിലവുണ്ടെന്നും അത് അടച്ചില്ലെങ്കിൽ പണം ഡെബിറ്റ് ചെയ്യുന്നത് തുടരുമെന്നും അവകാശപ്പെട്ടു. പണം ലാഭിക്കാൻ ആപ്പ് ഷട്ട് ഡൗൺ ചെയ്യാൻ അവർ ഉപദേശിച്ചു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ICICI ബാങ്കിലെ കസ്റ്റമർ കെയർ സ്റ്റാഫിൽ നിന്നോ ആണെന്ന് പറഞ്ഞ് പ്രതികൾ ആളുകളെ കബളിപ്പിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ പരാതിക്കാരന് ICICI ബാങ്കിന്റെ ഒരു APK ഫയൽ അയച്ചു കൊടുക്കുകയും ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളും CVCയും പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മിനിറ്റുകൾക്ക് ശേഷം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. നമ്പറിൽ തിരികെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഉത്തരം ലഭിച്ചില്ല. വിളിച്ചയാളായ രവി മണ്ഡൽ, അക്കൗണ്ട് ഉടമയും ഗുണഭോക്താവുമായ സന്തോഷ് ശർമ്മ എന്നിവരെയാണ് പിടികൂടിയതെന്ന് സൈബർ ഡിറ്റക്ഷൻ സബ് ഇൻസ്പെക്ടർ ഏകനാഥ് പോൾ ബുദ്ധെ പറഞ്ഞു. കേസിൽ 3 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ടെന്നും കോവിഡ് പാൻഡമിക് ലോക്ക്ഡൌൺ സമയം മുതൽ സംഘം പ്രവർത്തിക്കുന്നതായും പോലീസ് പറഞ്ഞു. വഞ്ചന, പൊതു ഉദ്ദേശം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളും കേസിൽ പ്രതികളാണെന്നും അവരുടെ മാതാപിതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. 4 പേരും ജാർഖണ്ഡിലെ കർമ്മദർ ഗ്രാമത്തിലെ താമസക്കാരാണ്. രവി മണ്ഡലിനെയും സന്തോഷ് ശർമ്മയെയും ജാർഖണ്ഡിൽ നിന്നാണ് മുംബൈയിൽ എത്തിച്ചത്. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജംതാരയിലെ പ്രാദേശിക പോലീസുകാർക്കൊപ്പം മുംബൈ പോലീസ് നടത്തിയ റെയ്ഡിൽ 14 വ്യത്യസ്ത ഫോണുകളിൽ നിന്ന് പ്രതികൾ 3 മാസമായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന 25 സിം കാർഡുകൾ കണ്ടെത്തി. ആളുകളെ വിളിക്കാനും കബളിപ്പിക്കാനും ഇതേ ഫോണുകൾ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തി.